പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഹരി ഓം. കർമ്മം എന്ന പദത്തിന് നമ്മളുടെ ജീവിതം തന്നെ അർത്ഥം. ഓരോ ചലനവും കർമ്മമാണ്. കൈകൊണ്ട് ചെയ്യുന്ന വേല എന്നുള്ള അർത്ഥം മാത്രമല്ല, ജോലി എന്നുള്ള അർത്ഥം മാത്രമല്ല, ഓരോ സ്പന്ദനവും കർമ്മമാണ്. കർമ്മം ചെയ്യുന്തോറും നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ കർമ്മമാണ്, ആക്ഷൻ. പ്രവൃത്തി നടന്നുകൊണ്ടേയിരിക്കുന്നു, അനുസ്യൂതം. ഈ മൈക്ക് കണ്ടാൽ ചലിക്കാതെ നിൽക്കുന്നത് പോലെ തോന്നും. ശാസ്ത്രജ്ഞന്മാരോടൊക്കെ ചോദിച്ചു നോക്കുക. രണ്ടുപേര് നമ്മളുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് അവിടെ. അവരോട് ചോദിച്ചാൽ അവർ പറയും, ഇതൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഇതിൽ അനുസ്യൂതം ചലനം നടന്നുകൊണ്ടേയിരിക്കുന്നു. ഈ മൈക്കിൽ അനുസ്യൂതം ചലനം നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ പ്രപഞ്ചത്തിൽ എവിടെ നോക്കിയാലും ഈ ചലനം, ഈ സ്പന്ദനം നടക്കുന്നുണ്ട്, കർമ്മം നടക്കുന്നുണ്ട്. കർമ്മമില്ലാത്ത വസ്തു ഒന്നും തന്നെ പുറമേക്ക് കാണാൻ ഒക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഒരാൾക്കും ഞാൻ കർമ്മം ചെയ്യില്ല എന്ന് പറയാൻ തന്നെ അധികാരമില്ല. ഞാനൊന്നും ചെയ്യില്ല എന്ന് പറയാൻ തന്നെ അധികാരമില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഒന്നും ചെയ്യാത്ത ഒരവസ്ഥയാണ് നമുക്ക് അനുഭവപ്പെടുന്ന ഒരേ ഒരു അവസ്ഥയേ ഉള്ളൂ, ഉറക്കം. ഉറക്കം പോലും ഒരു കർമ്മമാണ്. ഉറക്കത്തിലും ഉറക്കം കഴിയുക എന്നൊരവസ്ഥയുണ്ട്, ഉറക്കം ആരംഭിക്കുക എന്നൊരവസ്ഥയുണ്ട്, അല്ലേ? അത് തന്നെ കാണിക്കുന്നു. എനിക്കിപ്പോ ഉറക്കം പോയിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയും. ഉറക്കത്തിലേക്ക് ഒരു മാടി വിളിക്കലുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോ കോട്ടുവായിടാം. ഉറക്കത്തിൽ പോലും കർമ്മം നടക്കുന്നുണ്ട്. എല്ലായിടത്തും ചലനം നടക്കുന്നുണ്ട്. ശരീരമുണ്ടോ കർമ്മമുണ്ട്. ശരീരത്തിന്റെ മറ്റൊരു പേരാണ് കർമ്മം. അങ്ങനെയുള്ളപ്പോ ഭഗവാൻ ഈ കർമ്മം അങ്ങനെ രണ്ടു വിധത്തിലുള്ള കർമ്മങ്ങളുണ്ട്. ഒന്ന് നമ്മളെ അറിയാതെ നടക്കുന്ന കർമ്മം, രക്തചംക്രമണം, ഡൈജഷൻ, ഇതൊന്നും നമുക്ക് അറിയില്ല. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ശരീരത്തിനകത്ത്. നമ്മൾ അറിഞ്ഞു ചെയ്യുന്ന ചില കർമ്മങ്ങളിലൊക്കെയാണ് നമുക്ക് അഹങ്കാരം വരുന്നതും ബന്ധിക്കുന്നതും. അറിയാതെ നടന്നാൽ ഒന്നും കുഴപ്പമില്ല. അറിഞ്ഞ് ചെയ്യുമ്പോഴാണ് നമുക്കതിൽ ബന്ധം ഉണ്ടാവുന്നത്. ഓരോ കർമ്മം ചെയ്യുമ്പോഴും നമ്മളെ അറിയാതെ ഞാൻ കർത്താവാണ്, ഞാനാണ് ഇത് ചെയ്യണത് എന്നുള്ളത് അതിന്റെ കൂടെ തന്നെ വന്നു ചേരുന്നു. ആ കർമ്മത്തിന്റെ ഫലം എനിക്ക് കിട്ടണം എന്നുള്ള ഫർദർ എക്സ്റ്റൻഷൻ അതിന്റെ കൂടെ തന്നെ വന്നു ചേരുന്നു. ഇത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പിടി. പിന്നെ കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ ഒരു കർമ്മവും അവസാനിക്കണില്ല. ഭഗവാൻ ഗീതയിൽ കൃത്സ്നകർമ്മം എന്നൊരു പദം പറയുന്നുണ്ട്. കൃത്സ്നകർമ്മം എന്ന് വെച്ചാൽ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആവുക, ഒരു കർമ്മം കംപ്ലീറ്റ് ആവുക. എപ്പോ കംപ്ലീറ്റ് ആവുമെന്ന് വെച്ചാൽ അത് കഴിഞ്ഞതോടുകൂടെ അതിന്റെ ഒരു ട്രേസ് പോലും നമ്മളുടെ ഉള്ളിൽ ആഗ്രഹമായി അവശേഷിക്കാതെ സമ്പൂർണ്ണ തൃപ്തി വന്നാൽ ആ ആക്ഷൻ കംപ്ലീറ്റ് ആയി. അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വിശക്കണു. വിശക്കുമ്പോ ഇൻവോളണ്ടറിയാണ് നമ്മളുടെ ശരീരത്തിൽ. നമ്മൾ വോളണ്ടറി അല്ലാതെ നമ്മളെ അറിയാതെ നടക്കുന്ന ഒരു കാര്യം. നമ്മൾ വേണമെന്ന് വെച്ച് വിശപ്പ് വരുത്തുകയല്ല. ആ വിശപ്പ് വരുമ്പോ ഊണ് കഴിച്ചു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് അത് കൃത്സ്നകർമ്മമാണ്. ഇനി ഒരു വെറ്റ് പോലും വേണ്ട, വയറ് നിറഞ്ഞു കഴിയുമ്പോ കഴിഞ്ഞു. അതേപോലെ പരിപൂർണ സംതൃപ്തി, പൂർണമായ തൃപ്തി, കംപ്ലീഷൻ നമുക്ക് കർമ്മരംഗത്ത് വരാതിരിക്കാൻ കാരണം ആഗ്രഹരൂപത്തിൽ കർമ്മം കഴിയുമ്പോൾ വീണ്ടും അവശേഷിച്ചു നിൽക്കും.
രാഗം ദ്വേഷം ഇതായിട്ട് നിൽക്കും. കർത്തൃത്വം ഭോക്തൃത്വം ഇതായിട്ട് നിൽക്കും ഉള്ളില്. നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നതിന് പുറകിലും ശ്രദ്ധിച്ചാൽ ഇതിന്റെ എന്തിന്റെയെങ്കിലുമൊക്കെ ഇൻഫ്ലുവൻസ് കാണാം. എന്തിന് ചെയ്യണം എന്ന് വെച്ചാൽ അറിയില്ല. നമ്മളുടെ ഉള്ളിൽ എന്തോ ഒരു വാസന തള്ളിവിടുന്നു. രാഗദ്വേഷം. കർമ്മം ചെയ്യുന്നത് കൊണ്ട് വാസന ഉണ്ടാകും. വാസന വീണ്ടും കർമ്മം ചെയ്യിപ്പിക്കും. ഇതൊരു മാറാത്ത ചക്രമാണ്, പുറത്തു വരാൻ കഴിയാത്തൊരു ചക്രം. വാസന എന്ന് വെച്ചാൽ എന്താ? എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ, നമുക്ക് മനസ്സിന് ചിത്തവൃത്തികൾ എന്ന് പറയുന്നു. മനസ്സെന്ന് വെച്ചാൽ ചിത്തവൃത്തികൾ, വിചാരങ്ങൾ. അത് വെറും വൃത്തികൾ. എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഒരാളോട് ദേഷ്യപ്പെട്ട് കഴിയുമ്പോ, കോപിച്ചു കഴിയുമ്പോ കോപത്തിന്റെ ഒരു വൃത്തി അകമേ ഉണ്ടായി. അത് ഫോർമേഷനായി ഉള്ളില്. പിന്നെ വീണ്ടും 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 ഈ കോപം ആവർത്തിക്കും തോറും ഈ വൃത്തി ആഴമായിക്കൊണ്ടേയിരിക്കും. കോപം എന്നൊരു ഉദാഹരണം പറഞ്ഞു. ഇത് തന്നെ ബാക്കിയുള്ള എല്ലാ വികാരത്തിലും ചേർത്തുകൊള്ളാം. അത് കാമമാവട്ടെ, അസൂയയാവട്ടെ, എന്തു വേണമെങ്കിലാവട്ടെ, മാത്സര്യമാവട്ടെ, എനി കൈൻഡ് ഓഫ് തോട്ട് വേവ്, ചിത്തവൃത്തി ഉള്ളിൽ ഉദിക്കുന്നു. എന്തെങ്കിലും കാരണം പറഞ്ഞ് നമ്മൾ അതിന് 1000 കാരണങ്ങൾ പറയും. എന്റെ ഭർത്താവ് സ്വഭാവം ദുഷിച്ചതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത്, എന്റെ ഭാര്യ പറഞ്ഞാൽ കേൾക്കാത്ത എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് നമ്മൾ ആരോട് ദേഷ്യപ്പെടുന്നു എന്നുള്ളതല്ല, ദേഷ്യം എന്നുള്ള വൃത്തി ഉള്ളിലുണ്ടായി. ആ വൃത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അതേ കർമ്മം ആവർത്തിക്കുകയാണെങ്കിൽ ആ വൃത്തി സംസ്കാരമായിട്ട് മാറും. എന്നുവെച്ചാൽ അതിന് കുറച്ചൊരു ബലം പിടിക്കും. പിന്നീട് അത് കുറച്ചുകൂടെ ആഴത്തിൽ പോകുമ്പോൾ അത് വാസനയായിട്ട് മാറും. വാസനയായി കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ ബലം വേണ്ട, അതിനായിട്ട് ജീവൻ വെച്ചു, ഇനി അത് നിങ്ങളെ ദേഷ്യപ്പെടുത്തും. അത് നിങ്ങളെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കും. അതാത് സമയമാവുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണം വെച്ചുകൊണ്ട് ആ വ്യക്തികളെ കാണുമ്പോൾ എന്തെങ്കിലും അത് വാസനയായി കഴിഞ്ഞാൽ, വാസന നമ്മളുടെ കൺട്രോളിലില്ല, അതിന്റെ കൺട്രോളിലാണ് നമ്മള്. വാസന എങ്ങനെ ഉണ്ടായി? വൃത്തികളിൽ നിന്നും സംസ്കാരം വാസനയായിട്ട് മാറി. ഇതിന്റെ നല്ലവണ്ണം ഇതിന്റെ ഗ്രോത്ത് ഉള്ളിൽ മനസ്സിലാക്കണം. എന്നാലേ മനോനിയന്ത്രണം സാധ്യമാവുള്ളൂ. ആദ്യം വൃത്തി. അതുകൊണ്ടാണ് പലരും കുട്ടികളൊക്കെ ചോദിക്കുന്നത്, എന്താ ഇപ്പൊ TV കണ്ടാപ്പോ എന്താ കുഴപ്പം? ഞങ്ങളൊന്നും അതിന്റെ വഴിക്കൊന്നും പോണില്ലല്ലോ. അതിങ്ങനെ ഇടയ്ക്ക് സീരിയൽ കാണുന്നു, എന്തെങ്കിലും സിനിമ കാണുന്നു. ആദ്യം കാണുമ്പോ അത് വൃത്തിയാണ്. നമ്മൾ എങ്ങനെ അതിന്റെ നിയന്ത്രണത്തിൽ പെടുന്നു എന്നാ പറയുന്നത്. ആദ്യം വൃത്തിയാണ്, വെറും വൃത്തി. കുറെ ആളുകളുടെ കുടുംബകഥ, കുറെ രാഗം ദ്വേഷം, ഇതൊക്കെയല്ലേ സിനിമ പറയാനുള്ളൂ. വേറെ എന്താ ഉള്ളത്? അവരിവരെ വെറുത്തു, അവരെ ചീത്ത പറഞ്ഞു, അടിച്ചു, കുത്തി. അതിലൂടെയുള്ള സജഷൻസ് ആദ്യം വൃത്തിയായിട്ടുള്ളിൽ കിടന്നു. ഈ വൃത്തി പിന്നെ സംസ്കാരമായിട്ട് മാറും, പിന്നെ വാസനയായിട്ട് മാറും, പിന്നെ നമ്മളുടെ ജീവിതത്തിൽ ഇഴുകി പുറത്തേക്ക് വരും. നമ്മൾക്കേ അറിയില്ല, നമ്മൾ അതിന്റെ കൺട്രോളിലാണ്. പിന്നെ ഈ വാസന നമ്മളെ കൊണ്ട് അതേ കർമ്മം ചെയ്യിപ്പിക്കും. ഇത് അറിയുന്നവരാണ് ഈ അഡ്വർടൈസ്മെന്റ് കമ്പനിക്കാരൊക്കെ. വീണ്ടും വീണ്ടും ഒരു കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. പറഞ്ഞ് അവിടെ എവിടെയൊക്കെ ചിത്രം ഇട്ട് നമ്മളുടെ ഉള്ളിൽ വൃത്തി ഉണ്ടാകും. പിന്നെ നമ്മളെ അറിയാതെ അത് വാങ്ങിക്കും, അതിൽ പോയി പ്രവർത്തിക്കും. അവരെയൊക്കെ ആരാ പഠിപ്പിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ സ്വാമിയാർമാരും ഭഗവത്ഗീതയൊക്കെ അഡ്വർടൈസ്മെന്റ് മാനേജ്മെന്റ് കമ്പനികൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് അവരിതൊക്കെ പിടിച്ചെടുത്തിരിക്കുന്നത്. അതൊക്കെ കൊണ്ടുപോയി ഈ വിദ്യയിൽ പ്രയോഗിക്കുകയാണ്. ധ്യായത്തോ വിഷയാൻ പുംസഹ. ഇതൊക്കെ ഇതെന്റെ കൽപ്പനയല്ല, ഭഗവാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു. ധ്യായത്തോ വിഷയാൻ പുംസഹ സംഗസ്തേഷു ഉപജായത്തെ സംഗാത് സഞ്ജായത്തെ കാമഃ കാമാത് ക്രോധോപജായത്തെ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. പടിയായിട്ടുള്ള വീക്ഷ ഭഗവാൻ പറഞ്ഞു.
വിഷയങ്ങളെ വീണ്ടും 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 ചിന്തിക്കുകയാണെങ്കിൽ വിഷയാൻ ധ്യായതശ്ചിത്തം വിഷയേഷു വിഷജ്ജതേ മാമനുസ്മരതശ്ചിത്തം മയ്യേവ പ്രവിലീയത്തെ. ഭഗവാൻ ഉദ്ധവരോട് ഭാഗവതത്തിൽ പറഞ്ഞു, ഉദ്ധവ, വിഷയങ്ങളെ ചിന്തിച്ചുകൊണ്ടേയിരുന്നാൽ ചിത്തം വിഷയാകാരമായിട്ട് തീരും. എന്നെ ധ്യാനിച്ചുകൊണ്ടേയിരുന്നാൽ ചിത്തം എന്റെ ആകാരത്തിലായി മാറും. അപ്പൊ ഈ വിഷയവാസനകള് അല്ലെങ്കിൽ എന്തെങ്കിലും കർമ്മഫലം എന്തെങ്കിലും കിട്ടണം എന്നുള്ള ആഗ്രഹം കർമ്മത്തിലേക്ക് തള്ളിവിടുന്നു. കർമ്മത്തിൽ നിന്ന് വീണ്ടും ഫലം കിട്ടും. ഫലം കിട്ടിയാൽ വീണ്ടും കർമ്മം. ഇങ്ങനെ ഒരു സർക്കിൾ. അപ്പൊ ഈ സർക്കിൾ എങ്ങനെ ഇല്ലാതാക്കും? രണ്ടു മാർഗമുണ്ട്. ഒരു മാർഗം വേദാന്തികൾ പറയണത് കർമ്മത്തിനെ അങ്ങോട്ട് വേണ്ടാന്ന് വയ്ക്കൂ എന്നാണ്. അവർ പറയണത് ഈ കർമ്മ ആകപ്പാടെ കുഴപ്പമാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഒരു കർമ്മത്തിലും പ്രവർത്തിക്കരുത്. കർമ്മത്തിൽ പ്രവർത്തിക്കാതെ ഏകാന്തത്തിൽ കാമ്യകർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ശരീര നിർവഹണത്തിനുള്ള കർമ്മം ഒരിക്കലും നമ്മളെ കുഴപ്പത്തിൽ ചാടിക്കില്ല. അതുകൊണ്ട് ഊണ് കഴിക്കാൻ ഭിക്ഷ എടുത്ത് കഴിച്ചോളാം. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് നാമം ജപിക്കേ, ഭഗവത് ധ്യാനം ചെയ്യേ, സത്സംഗത്തിലിരിക്കേ ചെയ്തോളാം. നിങ്ങളായിട്ട് ഒരു കർമ്മത്തിനും പോയി ചാടരുത്. ഏകാന്തവാസം. അത് വളരെ കേൾക്കുമ്പോ വളരെ എളുപ്പമായ മാർഗമാണത്. അത് ചിലർക്ക് പ്രാക്ടിക്കലാവും. ഉദാഹരണത്തിന് ബുദ്ധൻ എല്ലാം ഉപേക്ഷിച്ചിട്ട് പോയി, ശങ്കരാചാര്യരെല്ലാം ഉപേക്ഷിച്ചിട്ട് പോയി പുറമേക്ക്. ഉപേക്ഷിച്ചിട്ട് പോകുമ്പോ പുറമേക്ക് അവർക്ക് അതിന് സാഖ്യയോഗം എന്ന് പേര്. സാഖ്യബുദ്ധി. എന്നിട്ട് പൂർണ്ണമായും ആത്മധ്യാനം ചെയ്യുക. ആത്മധ്യാനം ചെയ്താൽ ഇനി കർമ്മം നമ്മളെ ഒരു വിധത്തിലും ബാധിക്കണില്ല. കർമ്മത്തിന്റെ വഴിക്കേ പോണില്ല എന്നാണ്. അപ്പൊ പുതിയ കർമ്മങ്ങളൊന്നും ഉണ്ടാവണില്ല. പഴയ കർമ്മവാസനകൾ വിചാരം കൊണ്ട് അവരില്ലാതാക്കണം. അതെപ്പോ സാധിക്കുന്നു വെച്ചാൽ അവർക്ക് ഒരു പഴുത്ത പഴം തനിയെ വിട്ടുപോകുന്ന പോലെ ഏകദേശം അത്രയും പക്വമായ സ്ഥിതിയിൽ അവർക്ക് ഇനി ഒന്നും ബാക്കിയില്ല. ആ സ്ഥിതിയിലൊക്കെ ഉപേക്ഷിക്കുന്നു പറഞ്ഞാൽ അവരെ കൊണ്ട് ഉപേക്ഷിച്ച് പോകാൻ പറ്റും. ആ മാർഗം എല്ലാവർക്കും ഉള്ള മാർഗമല്ല. അപ്പൊ ഭഗവാൻ മറ്റൊരു മാർഗം കൊണ്ടുവന്നു. യോഗബുദ്ധി, കർമ്മയോഗം എന്ന് പറഞ്ഞു. സാഖ്യയോഗത്തെ തന്നെ അത് പറഞ്ഞു, കർമ്മയോഗത്തിനെ പറഞ്ഞു. ഈ കർമ്മയോഗം തന്നെയാണ് ഭാഗവതത്തിലൊക്കെ ഭാഗവത ധർമ്മം എന്ന് പറഞ്ഞു പ്രചരിപ്പിച്ചത്. ഭഗവാന് മനസ്സിനെ കൊടുക്കുക, ഭഗവാന് ശരണാഗതി ചെയ്യുക, എന്നിട്ട് അവനവൻ ഏത് മാർഗത്തിലിരിക്കുന്നു ആ മാർഗത്തിൽ നിഷ്കാമ്യമായിട്ട് നിസ്സംഗമായിട്ട് വർദ്ധിച്ചോളാം. പതുക്കെ ഈ കർമ്മം നമ്മളെ വിട്ടുപോകും. ഇത് ഭാഗവത സമ്പ്രദായം എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു. ഇവിടെ ഗീതയിലാവട്ടെ ഭഗവാൻ ഇതിന് കർമ്മയോഗം എന്ന് പേര് കൊടുത്തു. കർമ്മയോഗത്തിൽ ഭക്തി ചേർക്കുമ്പോ അത് ഭാഗവത സമ്പ്രദായമായി. പക്ഷെ ഭക്തി ചേർക്കാതെ കർമ്മയോഗം ആവില്ല. അപ്പോ കർമ്മയോഗം പറഞ്ഞപ്പോ ഒരു കുഴപ്പം എന്താ അവിടെ പറ്റിയെന്ന് വെച്ചാൽ, അർജുനൻ കർമ്മയോഗം ചെയ്യാനൊക്കെ തയ്യാറാണ്, പക്ഷെ യുദ്ധം ചെയ്യാൻ തയ്യാറല്ല. അർജുനൻ പറഞ്ഞു, ഭഗവാന് കർമ്മയോഗം എന്ന് വെച്ചാൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ സോഷ്യൽ സർവീസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പൂജയോ ജപമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാം. ഈ യുദ്ധം എന്തിനു ചെയ്യിപ്പിക്കണോ എന്നെ കൊണ്ട്? കിം കർമ്മണി ഘോരേമാം നിയോജയസി കേശവ. ഈ ഘോരമായ കർമ്മം എന്തിനാ? എനിക്ക് അല്പം സാത്വികമായിട്ട് വല്ല കർമ്മങ്ങൾ ഉപദേശിക്കും. കർമ്മണി ഘോരേമാം നിയോജയസി കേശവ. ഈ കർമ്മയോഗം ചെയ്യാം, അതിന് ഈ ഘോരമായ കർമ്മം തന്നെ ചെയ്യണമെന്നുണ്ടോ? വേറെ എന്തെങ്കിലുമൊക്കെ കർമ്മം ഞാൻ ചെയ്തോളാം. അതിന് ഉത്തരമാണ് ഭഗവാൻ പറയണത്. നോക്കാം. ശ്രീ ഭഗവാൻ ഉവാച പുരാ പ്രോക്താ മയാ നഘാ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം ലോകേസ്മിൻ അസ്മിൻ ലോകേ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്താ മയാ നഘ. ഹേ അർജുന, ഞാൻ പണ്ടെന്ന് വെച്ചാലോ സൃഷ്ടി ആരംഭം മുതൽ കൊണ്ട് ഈ മാർഗമുണ്ട് എന്നർത്ഥം. ശങ്കരാചാര്യ സ്വാമികൾ ഉപോദ്ഘാത ഭാഷ്യത്തിൽ തന്നെ പറഞ്ഞു, പ്രവൃത്തി ലക്ഷണോ ധർമ്മ നിവൃത്തി ലക്ഷണശ്ച എന്ന്.
രണ്ടു വിധത്തിലുള്ള മാർഗങ്ങള് സൃഷ്ടിയാരംഭം മുതൽ തന്നെ ഭഗവാൻ ഇവിടെ പ്രചരിപ്പിച്ചിരിക്കുന്നു. ദ്വിവിധാ നിഷ്ഠ പുരാപ്രോക്താമയാനഘ. എന്താ രണ്ടുവിധ നിഷ്ഠ? രണ്ടും നിഷ്ഠയാണ്. നിഷ്ഠ എന്ന് വെച്ചാൽ, നിഷ്ഠ എന്നുള്ളതിന് അർത്ഥം ആത്മാനുഭവം എന്നർത്ഥം. രണ്ടു മാർഗം, ആത്മസാക്ഷാത്കാരത്തിനായിട്ട് രണ്ടു മാർഗം. സാഖ്യയോഗേന സാഖ്യയോഗികളും കർമ്മയോഗികളും. ഒന്ന് സാഖ്യയോഗം, മറ്റൊന്ന് കർമ്മയോഗം. ഒന്ന് സന്യാസമാർഗം, ഒന്ന് പ്രവൃത്തിമാർഗം. സന്യാസമാർഗത്തിൽ അവർ യാതൊരു കർമ്മത്തിലും വ്യവഹരിക്കാതെ, ഇന്ന് നമ്മള് സന്യാസികളെയൊക്കെ കർമ്മ കലാപത്തിൽ പെട്ട് വലയുന്നതായിട്ടാണ് കാണുന്നത്. സന്യാസം എന്നുള്ളത് തന്നെ കർമ്മത്തിൽ നിന്നും വിട്ടുപോവാനുള്ള മാർഗമാണ്. അല്ലെങ്കിൽ ആ വസ്ത്രം വേണ്ട, പിന്നെ വ്യവഹാരമാണ് വേണ്ടത്. പ്രവൃത്തി മാർഗമാണ് സന്യാസമാർഗം. നിവൃത്തിമാർഗം, നിവൃത്തിമാർഗം എന്ന് വെച്ചാൽ അവര് കാമ്യമായി യാതൊരു കർമ്മത്തിലും പ്രവർത്തിക്കണില്ല. ഏകാന്ത സ്ഥിതിയും ധ്യാനവും ആത്മവിചാരവും സർവസംഗപരിത്യാഗം. അങ്ങനെ അല്ലെങ്കിലോ കർമ്മയോഗേന യോഗിനാം. ബാക്കിയുള്ളവർക്കൊക്കെയോ, അവർക്കൊക്കെ കർമ്മം എന്നല്ല വിധിച്ചത്, കർമ്മയോഗം. നോക്കണം, രണ്ടുപേരും സാധകന്മാരാണ്. ജ്ഞാനയോഗികളും സാധകന്മാരാണ്, കർമ്മയോഗികളും എന്ന് വെച്ചാൽ രണ്ടുപേർക്കും ഭഗവത് പ്രാപ്തിയാണ് ലക്ഷ്യം, ആത്മസാക്ഷാത്കാരമാണ് ലക്ഷ്യം. അല്ലാതെ ലൗകികന്മാർക്ക് കർമ്മയോഗം, ജ്ഞാനികൾക്ക് സന്യാസയോഗം എന്നല്ല അർത്ഥം. ലൗകികന്മാരുടെ മാർഗമേ അല്ല ഈ കർമ്മയോഗം എന്ന് പറയുന്നത്. ലൗകികന്മാരെ കുറിച്ച് ഭഗവത്ഗീതയിൽ ചർച്ചയില്ല. തേക്കേന ജാനീമഹ എന്ന് ഭർതൃഹരി പറഞ്ഞു. അവരെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല എന്നാണ്. എക്കേട് കേട്ടു പോന്ന് പറയില്ലേ നമ്മള്. അവരെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല. തേക്കേന ജാനീമഹ. ഇവിടെ അവരെ കുറിച്ച് ചർച്ചയില്ല. ഇവിടെ ആരെ കുറിച്ചാ ചർച്ച? ഒന്ന് വളരെ മെച്ചുവറായിട്ടുള്ളവര്, ഒന്ന് മന്ദ അധികാരികളായിട്ടുള്ളവർ. അത്രയേ ഉള്ളൂ. കർമ്മയോഗേന യോഗിനാം, ജ്ഞാനയോഗേന സാഖ്യാനാം, കർമ്മയോഗേന യോഗിനാം. ഇതിന് ഒരു മഹാത്മാ വേറെ വിധത്തിൽ അർത്ഥം പറഞ്ഞു. ലോകേസ്മിൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഈ വിചാര രൂപത്തിലുള്ള ജ്ഞാനയോഗവും കർമ്മയോഗവും രണ്ടും ലോകത്തിന്റെ ഉള്ളിലാണെന്നാണ്. എന്താന്ന് വെച്ചാൽ, അക്ഷരപുരുഷൻ ക്ഷരപുരുഷൻ എന്ന് ഭഗവാൻ പിന്നീട് പറയാൻ പോകുന്നു. ഞാൻ എന്നുള്ള ഈ അഹങ്കാരത്തിനെ ആശ്രയിച്ചുകൊണ്ടാണ് കർമ്മയോഗം പ്രവർത്തിക്കുന്നത്. ഞാൻ എന്നുള്ള ബോധത്തിനെ ആശ്രയിച്ചുകൊണ്ടാണ് ജ്ഞാനയോഗം. ഞാൻ എന്നുള്ള ഈ അഹങ്കാരത്തിനെ ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്ത് ക്ഷയിപ്പിക്കുന്ന മാർഗം കർമ്മയോഗം. ഞാൻ ആരാണെന്ന് വിചാരം ചെയ്ത് ശുദ്ധമായ പ്രജ്ഞയില് മനസ്സിനെ സ്വരൂപത്തില് നിർത്തുന്നത് ജ്ഞാനയോഗം. ഒന്ന് അഹങ്കാരത്തില് ശ്രദ്ധ, ഒന്നിൽ ആത്മാവിൽ ശ്രദ്ധ. കർമ്മയോഗം ചെയ്യുമ്പോ കർത്താവായ രമണ മഹർഷി കർമ്മയോഗത്തിന് വളരെ എളുപ്പമായൊരു വ്യാഖ്യാനം പറഞ്ഞു. ഈ കർത്താവായ ഞാൻ ആരാണ് എന്ന് വിചാരം ചെയ്ത് ഞാൻ എന്നുള്ളത് ഇല്ലാതെ പ്രവൃത്തി നടക്കുകയാണെങ്കിൽ അത് കർമ്മയോഗം. ഭക്തിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭഗവാനെ ശരണാഗതി ചെയ്ത് ഭഗവാന്റെ കയ്യിൽ ഒരു യന്ത്രമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് കർമ്മയോഗം. ജ്ഞാനയോഗമോ മനസ്സ് തികച്ചും അന്തർമുഖമായി അകമയ്ക്ക് സ്വരൂപത്തിൽ തന്നെ ശ്രദ്ധ പതിപ്പിക്കുന്നത് ജ്ഞാനയോഗം. ജ്ഞാനയോഗേന സാഖ്യാനാം, കർമ്മയോഗേന യോഗിനാം. പക്ഷെ ജ്ഞാനയോഗിക്ക് ലോകത്തിൽ വ്യവഹാരമൊന്നുമില്ല. തികച്ചും അന്തർമുഖനാണ്. അത് വളരെ അപൂർവം. ജീവൻ പൂർവപരിഭാഗം കൊണ്ട് അങ്ങനെ സർവവും ഉപേക്ഷിച്ചിരിക്കാനുള്ള പക്വതയ്ക്ക് വരും. അല്ലാത്തവരുടെ സ്ഥിതി എന്താ? എല്ലാരെയും അങ്ങോട്ട് ഉപേക്ഷിപ്പിക്കാൻ പറ്റുമോ? ബുദ്ധമതത്തിന് പറ്റിയ വലിയ കുഴപ്പം അതാണ്. ബുദ്ധൻ എല്ലാം ഉപേക്ഷിച്ചു പോയി എന്ന് പറഞ്ഞ് എല്ലാരോടും സന്യാസമാർഗത്തിനെ തുറന്നു വെച്ചു. ആളുകളൊക്കെ വളരെ എളുപ്പമാണ്. ഇനിയിപ്പോ ഒന്നും വേണ്ട, ഒരു പ്രവൃത്തിയും വേണ്ട, ഓരോ മഞ്ഞ വസ്ത്രം ഉടുത്താൽ മാത്രം മതി. എല്ലാരും ഓരോ വസ്ത്രം വാങ്ങിച്ചു ഉടുത്തു, തല മൊട്ടയടിച്ചു, കയ്യിൽ ഓരോ ഭിക്ഷാപാത്രം എടുത്ത് തെരുവ് തെരുവായി നടക്കാൻ തുടങ്ങി. ഭാരതം മുഴുവൻ ആയിരക്കണക്കിന് ഭിക്ഷുകൾ എവിടെ നോക്കിയാലും
ഒരു പ്രവൃത്തിയില്ല. എന്നാൽ പ്രവൃത്തിയില്ലെങ്കിൽ അവരൊക്കെ നിവൃത്തന്മാരാണോ ജ്ഞാനികളാണോ? അതുമല്ല. ജ്ഞാനത്തിന് അവർക്ക് പക്വതയുമില്ല, എന്നാലോ പ്രവൃത്തി ചെയ്യാൻ കുഴുമടി. പ്രവൃത്തി ചെയ്യാനൊട്ട് വയ്യാതാനും. അങ്ങനെ അങ്ങോട്ട് ഉഭയഭ്രഷ്ടന്മാരെന്ന് പറയാം. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്നുള്ള അവസ്ഥയിൽ. അപ്പൊ ഇതിനെ അല്ല ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കണത്. അപ്പൊ ഇങ്ങനെ വന്നു പോവരുത്. ജ്ഞാനയോഗം നമുക്ക് പക്വസ്ഥിതിയിൽ സ്വയമേവ പ്രകാശിക്കേണ്ടതാണ്. തേങ്ങ എത്ര തന്നെ ചിരകിയാലും ചിരട്ടയിൽ ഒട്ടിപ്പിടിച്ചിരിക്കും നാളികേരം. അത് കൊട്ടത്തേങ്ങ ആയാലോ തനിയെ വിട്ടുവരും ചിരട്ടയെന്ന്. അതുപോലെ പരിഭാഗമാകുമ്പോ, അകമയ്ക്ക് പരിപക്വത വരുമ്പോ അത് താനെ വിട്ടുവരും അകമയിൽ നിന്നും. അപ്പോ ജ്ഞാനയോഗം നമുക്ക് സ്വയം അനുഭൂതിയിൽ വരും. ജ്ഞാനയോഗം വിൽ പവർ കൊണ്ട് ഉണ്ടാക്കരുത് എന്നാണ്. നമുക്ക് വിൽ പവർ ഉള്ളത്തോളം കാലം കർമ്മയോഗത്തിൽ ഇരിക്കണം. കർമ്മയോഗത്തിൽ ഇരുന്ന് നമ്മളുടെ വിൽ ഇല്ലാതായിട്ട് തീരണം. നമ്മളുടെ സ്വേച്ഛ ഭഗവാന്റെ ഇച്ഛയ്ക്ക്. ഭഗവാന്റെ ഇച്ഛ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ജീവിതത്തിൽ ഓരോ ഹാപ്പനിങ് നടക്കുന്നതൊക്കെ ഭഗവത് ഇച്ഛയാണ്. ഇങ്ങനെ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞത് എന്റെ ഇച്ഛ. എന്തൊക്കെ നടക്കണോ അത് ഭഗവത് ഇച്ഛ. ഇങ്ങനെ എന്റെ ജീവിതത്തിൽ നടക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നത് എന്റെ ഇച്ഛ. ഇങ്ങനെ നടക്കണം എന്ന് ഫ്യൂച്ചറിലേക്ക് ഒരു നിർബന്ധം വെക്കണത് എന്റെ ഇച്ഛ. പക്ഷെ എന്ത് നടന്നുകൊണ്ടേയിരിക്കണോ അത് ഈശ്വരേച്ഛ. ആ ഇച്ഛയ്ക്ക് വഴങ്ങിക്കൊടുത്ത് താൻ ഇല്ലാതാവുന്നവരെ നമ്മൾ കർമ്മയോഗികളാണ്. ശരീരം എന്ന് പറയുന്നത് തന്നെ കർമ്മത്തിന്റെ ഒരു സ്ഥൂല രൂപമാണ്. ഞാൻ ദേഹമാണെന്നുള്ള വിചാരം ഉള്ളത്തോളം കാലം കർമ്മത്തിനെ അങ്ങനെ ബന്ധപ്പെട്ട് ആരും ഉപേക്ഷിച്ചു കളയരുത്. അവസരപ്പെട്ട് ഉപേക്ഷിച്ചു കളയരുത്. ഉപേക്ഷിക്കാൻ ഒക്കില്ല. ഒരു കഥ രാമകൃഷ്ണ പരമഹംസർ പറയും. ഒരാള് ഗൃഹസ്ഥൻ ഭാര്യയുടെ അടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും അത്ര, ഞാനിപ്പോ സന്യാസിയാവാൻ പോണു. അപ്പൊ ഭാര്യ ദിവസം അദ്ദേഹത്തിന്റെ കാല് പിടിച്ച് നമസ്കരിച്ച്, അയ്യോ അങ്ങ് സന്യാസം എടുക്കരുത്, അങ്ങ് സന്യാസം എടുത്തോണ്ട് പോയാൽ എന്നെ ആര് നോക്കും എന്ന് പറയും. ഇത് ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയ്ക്ക് ഒരിക്കൽ ഇതൊരു മരുന്ന് പോലെ. ഭാര്യയെ ഒന്ന് പേടിപ്പിക്കണമെങ്കിൽ അദ്ദേഹം പറയും ഞാൻ ഇപ്പൊ സന്യാസം എടുക്കും. ഉടനെ ഭാര്യ വീണ് നമസ്കരിച്ച് കാല് പിടിച്ച് എന്നെ ഉപേക്ഷിക്കരുത്, അങ്ങ് ഉപേക്ഷിച്ചു പോയാൽ എനിക്ക് ആരുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ ഗൗരവത്തോടെ ഇരിക്കും. ഇത് കുറേ ദിവസം കഴിഞ്ഞപ്പോ ഭാര്യയ്ക്ക് മടുത്തു. ഒരു ദിവസം ഇദ്ദേഹം പറഞ്ഞു ഞാനിപ്പോ സന്യാസം എടുക്കാൻ പോകണം. അപ്പൊ ഭാര്യ പറഞ്ഞു എന്നാ പോയിക്കോളൂ. ഇദ്ദേഹം അത് പ്രതീക്ഷിച്ചേ ഇല്ല. രണ്ടാമത്തെ പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്കി, ഞാൻ സന്യാസം എടുക്കാൻ പോണു. അതല്ലേ പറഞ്ഞല്ലേ പോയിക്കോളൂ. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇദ്ദേഹം. എവിടെ പോകും? കുറച്ചു ദൂരം നടന്ന് കാട്ടിൽ പോയിരുന്നു. വൈകുന്നേരമായപ്പോ വിശക്കാൻ തുടങ്ങി. ഭാര്യ വിളിക്കാൻ വരുന്നാണ് വിചാരിച്ചത്. ഭാര്യ വിളിക്കാനും വരണില്ല. ഇപ്പൊ ഇവരുടെ വീട്ടിലത്തെ പശു ഇങ്ങനെ മേഞ്ഞ് ആ കാട്ടിനുള്ളിൽ വന്നിട്ടുണ്ട്. അത് തിരിച്ചു വീട്ടിലേക്ക് പോവാണ് പശു. അപ്പൊ ആ പശുവിന്റെ വാലിൽ പിടിച്ചിട്ട് പുറകെ പോയി അത്ര വീട്ടിലേക്ക്. പോയിട്ട് പറഞ്ഞു, ഇടിയേ ഈ പശു എന്നെ വിടണേ ഇല്ല എന്നാണ്. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു. എന്തെങ്കിലും ഒരു ആഗ്രഹം ബാക്കിയുണ്ടെങ്കിൽ എന്തിനെങ്കിലുമൊക്കെ പിടിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ലോകത്തിലേക്ക് വരും. ആഗ്രഹം വാസന ഉണ്ടെങ്കിൽ ഒരു പശുവിന്റെ വാല് പിടിച്ചുകൊണ്ടെങ്കിലും ലോകത്തിലേക്ക് വീണ്ടും നുഴയും. അതുകൊണ്ട് ആഗ്രഹങ്ങൾ വാസന ഉള്ളത്തോളം കാലം സർവസംഗ പരിത്യാഗം വായുകൊണ്ട് പറയാൻ പാടില്ല. പുറമേക്ക് ഉപേക്ഷിച്ചത് കൊണ്ട് മാത്രം സന്യാസമാവില്ല. അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത്. നോക്കാം. അനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോശ്നുതേ നച സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. നൈഷ്കർമ്മ്യ സിദ്ധി എന്നൊരു സ്ഥിതി ജ്ഞാനികളൊക്കെ ഇതിനെ വാഴ്ത്തിയിട്ടുണ്ട്. അതായത്
അതിനെയൊക്കെ തമിഴിലെ സിദ്ധന്മാരൊക്കെ പാടിയത് എങ്ങനെയാന്ന് വെച്ചാൽ ചുമ്മാ ഇരിക്കും നില. ചുമ്മാ ഇരിക്കാം. ഉടനെ നമ്മൾ എന്തു വിചാരിക്കും? ശരീരം അനങ്ങാതെ അങ്ങനെ ഇരിക്കാന്ന്. ആ ചുമ്മാ ഇരിക്കാന്ന് വെച്ചാൽ അതല്ല അർത്ഥം. നമ്മളുടെ ഉള്ളിൽ ഒരു വസ്തു ചുമ്മാ ഇരിക്കുന്നുണ്ട്. ആ ചുമ്മാ ഇരിക്കുന്നതിനെ ശ്രദ്ധിക്കലാണ് ചുമ്മാ ഇരിക്കൽ, അല്ലാതെ ശരീരത്തിന്റെ ചുമ്മാ ഇരിക്കലല്ല. ചുമ്മാ ഇരിക്കുന്നുണ്ട് ഒരു വസ്തു, നിശ്ചലമായ ഒരു വസ്തു നമ്മളുടെയൊക്കെ സെന്ററിലുണ്ട്, നമ്മളുടെയൊക്കെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കണം. ആ നിശ്ചല വസ്തുവിനെ അകമേക്ക് ശ്രദ്ധിക്കുന്നതും അതാണ് ഞാൻ എന്നറിയുന്നതുമാണ് ചുമ്മാ ഇരിക്കൽ. അതിനെ അറിഞ്ഞാൽ ശരീരം കൊണ്ട് അനുസ്യൂതം പ്രവർത്തിച്ചാലും നമ്മളുടെ അനുഭവ മണ്ഡലത്തിൽ ഞാൻ ഒന്നും ചെയ്യണില്ല എന്നൊരു ഭാവം ഉണ്ടാവും. ഇതിപ്പോ ഒന്നും ചെയ്യാതെ തന്നെ ഞാൻ എല്ലാം ചെയ്യണമെന്നാണ് ഇപ്പൊ കുഴപ്പം. ചിലരുണ്ട് ഉത്സവമൊക്കെ നടക്കുമ്പോ ആഹാരം പാചകം ചെയ്യലും വിളമ്പലും ഒക്കെ അവസാനമാവുമ്പോ വരും. എന്നിട്ട് അവിടുന്ന് ഇവിടുന്ന് ചിലതൊക്കെ എടുത്ത് മുണ്ടിലൊക്കെ തേച്ചിട്ട് വേർത്ത് കുളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും 4 പ്രാവശ്യം നടക്കും. വരുന്നവരുടെ അടുത്ത് 4 പേരുടെ അടുത്ത് പോയി പറയും, വല്ലാതെ ക്ഷീണിച്ചു എന്ന് പറയും. ഒന്നും ചെയ്തിട്ടില്ല, അപ്പൊ വന്നിട്ടേ ഉള്ളൂ. ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഏറ്റെടുക്കുക, ഇതാണ് അഹങ്കാരത്തിന്റെ സ്വഭാവം. എല്ലാം ചെയ്തിട്ടും സകല പ്രവൃത്തികൾ നടന്നിട്ടും ഞാൻ ഒന്നും ചെയ്യണില്ല എന്നൊരവസ്ഥിതിയുണ്ട്. അതിന് നൈഷ്കർമ്മ്യസ്ഥിതി എന്ന് പേര്. എല്ലാ പ്രവൃത്തിയും അനുസ്യൂതം നടക്കുന്നു, എന്നാലും ഞാൻ ചെയ്യണു എന്നുള്ള ഭാവം അകമേക്ക് ഉദിക്കണില്ല. நான் உதியாது உள்ள நிலை, நாம் அதுவாய் உள்ள நிலை. ரமண பகவான் உள்ளது 40 இதுக்கு ஒரு அர்த்தம் கொடுக்கிறார். நான் உதியாது உள்ள நிலை, நாம் അതുവായി ഉള്ള നില. അത് എതെന്ന് ചൊല്ലല, അതുവായി ഉള്ള നില. ഞാൻ എന്നുള്ളത് ഉദിക്കാത്ത ആ സ്ഥിതി, ആ സ്ഥിതിയിൽ നമ്മൾ അതായിട്ടിരിക്കണമെന്നാണ്. അത് എന്നുള്ളതിന് പറയാൻ പാടില്ല. നമ്മളതിനെ കൃഷ്ണൻ എന്നോ ശിവൻ എന്നോ അള്ള എന്നോ എന്ത് പേര് പറഞ്ഞാലും വേണ്ടില്ല. പക്ഷെ പേരൊക്കെ അതിനെ ലിമിറ്റഡ് ആക്കണം. ദേവരാജ മുതലിയാർ എന്ന് പറയുന്ന ഒരു വക്കീൽ മഹർഷിയോട് ചോദിച്ചുകൊണ്ടേയിരിക്കും, ഭഗവാനെ അത് എപ്പടി ഇരിക്കും ഭഗവാനെ? அது அருணாச்சலம்னா கையில சூலத்தோட சிவன் வந்து நிப்பரா, எப்படி இருப்பார்? അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ എനിക്ക് പറഞ്ഞു തരുമോ? അത് എങ്ങനെ ഉണ്ടാവും? അത് എപ്പടി ചൊല്றது ഓയ്? அப்பയാണ് மகர்ஷி திருடனுக்கு தேள் ஓட்டினா மாதிரி கத்தவும் முடியல, கத்தாம இருக்கவும் முடியல. கத்தினா புரியறதில்ல, எப்படி சொல்றது, எங்கனையா പറയാ, അതിനെ എങ്ങനെ പറഞ്ഞറിയിക്കും? உங்களுக்கு அந்த அனுபவம் வரபோது தெரியும். താങ്കൾക്ക് ആ അനുഭവം വരുമ്പോ മനസ്സിലാവും. അല്ലാതെ എങ്ങനെ പറയും അതിനെ? അല്ല, അതിന് ഓരോരുത്തരും ഓരോ പേര് പറയണമല്ലോ സ്വാമി. ഏതാ എടുക്കേണ്ടത്? ഏതെടുത്താലും വേണ്ടില്ല, എല്ലാം തള്ളിക്കളഞ്ഞാലും വേണ്ടില്ല. അതിന് സ്വയമേവ ഒരു പേരുമില്ല, ഒരു ഊരുമില്ല. ഒരു ദിവസം ഈ വക്കീൽ അടുത്ത് കട്ടിലിന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. നിശ്ചലമായ സമയത്താണ് ചിലപ്പോ ഈ ഗുരുകൃപ നമ്മളെ ബാധിക്കാം. മഹർഷിയും എന്തോ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കണം. അധികം ആളുകൾ ആരുമില്ല, എവിടെയോ നോക്കിക്കൊണ്ടിരിക്കുന്നു മഹർഷി. ദേവരാജ മുതലിയാർ മിണ്ടാതെ അടുത്തിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പെട്ടെന്ന് വല്ലാത്തൊരു നിർവൃത്തി, തികച്ചും തെളിഞ്ഞ ഒരു അനുഭൂതി അകമേ ഉണ്ടായി. അകമയ്ക്ക് ഈ ബോധസ്ഫൂർത്തി, ഞാൻ എന്നുള്ള ബോധം തെളിഞ്ഞ് ശുദ്ധ ചിത്തായിട്ട് മേഘം നീങ്ങി സൂര്യൻ പ്രകാശിക്കണ പോലെ അല്പനേരത്തേക്ക് ഒരു അനുഭവസ്ഥിതി. കുറച്ചുനേരം ഒരു ശബ്ദമല്ലേ അദ്ദേഹത്തിന്. ഒരുപാട് ചോദ്യം ചോദിക്കുന്ന ആളാണ്, ഒന്നും മിണ്ടണില്ല, നിശ്ചലമായിട്ട് ഇരിക്കണു. മഹർഷിക്ക് ഇങ്ങനെ തിരിയാനൊക്കെ വിഷമാണ്. ഇടുപ്പ് റുമാറ്റിക് പ്രോബ്ലം ഉണ്ടായിരുന്നു. മലയിലൊക്കെ പല സ്ഥലങ്ങളിലും ജീവിച്ചതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ വയസ്സാകുമ്പോഴാണ്. അപ്പോ ശരീരം മുഴുവനും തിരിഞ്ഞിട്ട് ഈ വക്കീലിനെ ഒന്ന് കടാക്ഷിച്ചു, ഒന്ന് നോക്കി. ഇത്രയും ചോദ്യം ചോദിക്കുന്ന ആള് ഒന്നും പറയാതെ, ഭഗവാനെ ഇത് താനാ അത് എന്ന് ചോദിച്ചു. ഇത് തന്നെയാണോ അത്? അദ്ദേഹത്തിന് തന്നെ പറയാൻ വയ്യ, ഇതാണോ ആ സ്ഥിതി? அதுதான் ஓய் இது,
ഏതദ്വൈ തത് അങ്ങ് ചോദിക്കുന്ന ആ സ്ഥിതി ഉണ്ടല്ലോ, ഇത് തന്നെ. ഇത് പോക്കും വരവും ഇല്ലാതെ നിത്യനിരന്തരാനുഭവമായിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് തന്നെ ബ്രാഹ്മീ സ്ഥിതി. ഒരു ക്ഷണനേരത്തേക്ക് വന്നിട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു രുചി കിട്ടും. പക്ഷെ സദാ നിത്യനിരന്തരാനുഭവം ഉണ്ടെങ്കിൽ അത് തന്നെ ബ്രാഹ്മീ സ്ഥിതി. അത് കർമ്മലേശ സ്പർശമില്ലാത്തതാണ്. അതിന് നൈഷ്കർമ്മ്യസ്ഥിതി എന്നു പേര്. ആ അനുഭവ മണ്ഡലത്തിൽ ഞാൻ കർത്ത, ഞാൻ ഭോക്ത എന്നുള്ളത് ഉദിക്കുകയില്ല. അത് പൂർണ്ണമാണ്. ആ പൂർണ്ണത്തിനെ കണ്ടാൽ ശരീരം മനസ്സൊക്കെ എത്ര അപൂർണമാണെങ്കിലും അതൊന്നും നമ്മളെ ബാധിക്കില്ല. അകമേക്ക് ഹൃദയത്തിൽ ആ പൂർണ്ണത്തിനെ കണ്ടുവെങ്കിൽ ശരീര മനസ്സുകളൊക്കെ എത്ര അപൂർണമാണെങ്കിലും ആ അപൂർണതയൊന്നും നമ്മളെ സ്പർശിക്കില്ല. ശരീരത്തിനെയും മനസ്സിനെയും വെച്ചുകൊണ്ട് ലോകത്തിൽ പൂർണ്ണമായി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം എന്ന് വിചാരിച്ചാൽ നമുക്ക് ഒരിക്കലും ലോകത്തിൽ പൂർണ്ണത കാണാനും സാധ്യമല്ല. ലോകത്തിൽ പൂർണ്ണത അന്വേഷിക്കുന്നത് ഹോട്ട് ഐസ്ക്രീം പോലെയാണ്. ഇത് പറഞ്ഞപ്പോ ആരോ പറഞ്ഞു ഈയിടെ ഹോട്ട് ഐസ്ക്രീമും വന്നിരിക്കണമെന്നാണ്. ഒരുപക്ഷെ ഹോട്ട് ഐസ്ക്രീം വന്നു പോകും, എന്നാലും ലോകത്തിൽ പൂർണ്ണത സാധ്യമല്ല. ശരീരമണ്ഡലത്തിൽ പൂർണ്ണത സാധ്യമല്ല. എപ്പോഴെങ്കിലുമൊക്കെ ഇത് നശിച്ചു പോകും. അപ്പൊ നൈഷ്കർമ്മ്യ സ്ഥിതി എന്ന് പറയുന്നത് സ്വരൂപസ്ഥിതിയാണ്. അത് പൂർണ്ണമായ സ്ഥിതിയാണ്. ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത് ന കർമ്മണാം അനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോഷ്ണുതേ. കർമ്മം ചെയ്യാതിരിക്കുന്നത് കൊണ്ട് ഒരു പുരുഷൻ നൈഷ്കർമ്മ്യസ്ഥിതിയെ പ്രാപിക്കില്ല എന്നാണ്. കർമ്മമേ ആരംഭിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എവിടെ നൈഷ്കർമ്മ്യസ്ഥിതി? തുടങ്ങിയാലല്ലേ വിഷമുള്ളൂ. തുടങ്ങിയിട്ടേ ഇല്ലെങ്കിൽ നൈഷ്കർമ്മ്യസ്ഥിതി എവിടെ? കർമ്മണാം അനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോഷ്ണുതേ എന്നുവെച്ച സന്യസനാദേവ സിദ്ധിം സമധികച്ചതി. ഞാൻ ഒരു കർമ്മവും ചെയ്യണില്ല, ഇപ്പൊ തന്നെ സന്യസിച്ചു കളയാം എന്ന് പറഞ്ഞ് പുറമേക്ക് ഉപേക്ഷിച്ചത് കൊണ്ട് ഒരാളും സിദ്ധനും ആവില്ല. ഈ സ്റ്റേറ്റ്മെന്റിന്റെ വാസ്തവികത അറിയണമെങ്കിൽ നിങ്ങളൊന്ന് ലോകത്തിൽ നടന്ന് അന്വേഷിച്ച് ഈ ആധ്യാത്മിക ലോകത്തിൽ തന്നെ അന്വേഷിച്ചു നോക്കുക. എത്രയോ പേര് ഇതിനെ പുറമേക്ക് ഉപേക്ഷിച്ചിട്ടും കിട്ടാതെ നടക്കുന്നവരുണ്ട്. പുറമേക്ക് എല്ലാം ഉപേക്ഷിച്ചിട്ടും, പുറമേക്ക് പലതും ഉപേക്ഷിച്ചു കഴിഞ്ഞിട്ടും അവർക്ക് പൂർണ്ണ തൃപ്തി വരാതെ നടക്കുന്നവർ എത്രയോ പേര്. കാരണം എന്താ? പുറമേക്ക് ഉപേക്ഷിക്കൽ അല്ല മാർഗം. പുറമേക്ക് ഉപേക്ഷിക്കലും ആവാം, പക്ഷെ അതുകൊണ്ട് കിട്ടില്ല. എന്നുവെച്ചാൽ സന്യാസനാദേവ സിദ്ധിം സമധികച്ചതി. സന്യാസം എടുത്തത് കൊണ്ട് ഒരാളും സിദ്ധനാവില്ല എന്നാണ്. പുറമേക്ക് സന്യാസം എടുത്തത് കൊണ്ട്. യഥാർത്ഥ സന്യാസം എന്താണ്? ജ്ഞാനം സന്യാസ ലക്ഷണം. ആത്മസാക്ഷാത്കാരമാണ് സന്യാസം. ആത്മാനുഭവമാണ് സന്യാസം. ആരാണോ തന്നെ അറിഞ്ഞിരിക്കുന്നത്, തന്റെ യഥാർത്ഥ സ്വരൂപം അറിഞ്ഞിരിക്കുന്നത്, അവൻ സന്യാസിയാണ്. ഈ മഹാരാഷ്ട്ര സന്തുക്കളൊക്കെ നോക്കിയാൽ അവരൊക്കെ പുറമേക്ക് ഉപേക്ഷിക്കണം എന്ന് അവർ വിചാരിച്ചില്ല. പക്ഷെ അവരെ കൊണ്ട് കർമ്മം ചെയ്യാൻ പറ്റാത്ത കർമ്മം പലരെയും വിട്ടുപോയി. ഏകനാഥസ്വാമി ഗൃഹസ്ഥനായിരുന്നു, എല്ലാ കർമാനുഷ്ഠാനങ്ങളും ചെയ്തുകൊണ്ടിരുന്നു, ജ്ഞാനിയായിരുന്നു. അദ്ദേഹം യതിയാണ്, സന്യാസിയാണ്. രാമകൃഷ്ണ പരമഹംസർ പുറമേക്ക് ഉപേക്ഷിച്ചില്ല. പക്ഷെ രാമകൃഷ്ണ പരമഹംസർ സന്യാസിയായിരുന്നു, യതിയായിരുന്നു. സന്യാസം ജ്ഞാനമാണ്. സന്യാസം സ്വരൂപത്തിനെ അറിഞ്ഞാൽ സ്വരൂപത്തിൽ ശരീരം, മനസ്സ്, ബുദ്ധി ഇതൊന്നും ബന്ധപ്പെടുന്നേ ഇല്ല എന്ന് അറിയുമ്പോ തനിയെ അതൊക്കെ വിട്ടുപോകും. അവിടെ സന്യാസം പൂർണ്ണമാണ്. നമ്മള് മെനക്കിട്ടൊന്നും ഉപേക്ഷിക്കേണ്ടതില്ല. തന്നെ അറിഞ്ഞാൽ തന്നിൽ എല്ലാം ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള അനുഭവം ഉണ്ടാവും. ഒന്നിനി ഉപേക്ഷിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഇതൊക്കെ എന്റെ ആണെന്ന് കരുതണം, എന്നിട്ട് വേണ്ട ഉപേക്ഷിക്കാൻ. പഴയ കാലത്ത് തീർത്ഥയാത്ര പോകും. തീർത്ഥയാത്ര പോകുമ്പോ വലിയ സാമഗ്രികളൊന്നും അവർ കൊണ്ടുപോകില്ല. വളരെ ആചാരശീലരായിട്ടുള്ളവര് കയ്യിൽ കുറച്ച് കൽക്കണ്ട് കൊണ്ടുപോകും, പിന്നെ മാവ് ചിലപ്പോ കൊണ്ടുപോകും, അല്ലെങ്കിൽ വെള്ളം കൊണ്ടുപോകും,
പുറത്തെവിടെയും ഭക്ഷണം കഴിക്കാതിരിക്കാനായിട്ട് പോകുമ്പോ അവർക്ക് ചിലപ്പോ ചില നിത്യപൂജയൊക്കെ ഉണ്ടാവും. നിത്യപൂജയ്ക്ക് ചിലപ്പോ ദേവതയൊന്നും കൂടെ കൊണ്ടുപോകില്ല. ഈ കൽക്കണ്ടോ വെല്ലമോ തന്നെ നേദിച്ച ആളെയും നേദ്യത്തിനെയും മെഴുങ്ങിക്കളയും. അങ്ങനൊരു സമ്പ്രദായം. ഭഗവാന്റെ തന്നെ വസ്തുവിനെ എടുത്തിട്ട് ഭഗവാന് കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഉപേക്ഷിക്കാൻ എന്തുകൊണ്ട്? എന്റേതെന്ന് വല്ലതും കരുതിയിട്ട് വേണ്ട ഉപേക്ഷിക്കാൻ, എന്റേതെന്ന് വല്ലതും കരുതിയിട്ട് വേണ്ട കൊടുക്കാൻ. ജ്ഞാനമാണ് ഉപേക്ഷ, ജ്ഞാനമാണ് ശരണാഗതി. ശരണാഗതി എന്ന് വെച്ചാൽ തന്നെ എന്താ? ഞാൻ എന്താണെന്ന് വിചാരം ചെയ്ത് നോക്കുമ്പോ ഞാനേ ഇല്ല, അവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ശരണാഗതി പ്രകാശിക്കും അകമയ്ക്ക്. അല്ല, ഞാൻ ശരണാഗതി ചെയ്യണു, ഞാൻ ശരണാഗതി ചെയ്യണു എന്ന് പറഞ്ഞ് ശരണാഗതി ചെയ്യാൻ പറ്റില്ല. ഇമോഷണൽ സറണ്ടർ യു മേ ഡു, ബട്ട് ദാറ്റ് മേ നോട്ട് ബി ആക്ച്വൽ സറണ്ടർ. യഥാർത്ഥ ശരണാഗതി എന്ന് പറയുമ്പോ യഥാർത്ഥത്തിൽ ശരണാഗതി ചെയ്യുന്നവൻ ആരാ? ഞാൻ ആരാണ് എന്ന് അന്വേഷിച്ചു നോക്കുമ്പോ ഈ ഞാനെന്നുള്ള അഹങ്കാരമേ അവിടെ ഇല്ല. അവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഒരേ ഒരു സത്ത, ഈശ്വരസത്ത മാത്രമേ ഉള്ളൂ. പിന്നെ ശരണാഗതി ചെയ്യാൻ ആരുണ്ട്? ശരണാഗതി ചെയ്യുന്നവൻ ആര്? അപ്പൊ നാച്ചുറലായിട്ടത് ശരണാഗതി അവിടെ ഉണ്ടാവും. പുറമേക്ക് ഉപേക്ഷിക്കുന്നത് കൊണ്ട് സന്യാസം ഉണ്ടാവില്ല. അകമേക്ക് ഉപേക്ഷിക്കുന്നവൻ ആരാ? ഈ അഹങ്കാരം എന്താണ്? അതുകൊണ്ടാണ് ഭഗവാൻ മഹാബലി പുറമേക്ക് 2 അടി മണ്ണ് കൊടുത്തു ആദ്യം. അപ്പൊ ഭഗവാൻ പോരാ എന്ന് പറഞ്ഞു നിന്നു. എന്താന്ന് വെച്ചാൽ ഈ കൊടുത്തതൊന്നും എന്റെ അല്ലേ, നീ ആരാ എനിക്ക് തരാൻ? അതാണ് ഭഗവാന്റെ ചോദ്യം. ഞാനെല്ലാം ഭഗവാന് അർപ്പിക്കണം. ഇതൊക്കെ നിന്റെ ആണോ അർപ്പിക്കാൻ? 3ാമത്തെ അടി വേണം. 3ാമത്തെ അടി എന്താ? നീ എന്നെ എനിക്ക് തരൂ. നീ ആരാണ്? നീ എന്താ എന്നിൽ നിന്ന് സെപ്പറേറ്റ് ആണോ? നമുക്ക് ഭഗവാനെ അർപ്പിക്കാൻ ഒരേ ഒരു വസ്തുവേ ഉള്ളൂ, ഈ ഞാൻ. അതാട്ടെ കള്ളവുമാണ്. അത് അന്വേഷിച്ചു നോക്കിയാൽ ഈ ഞാൻ എന്നുള്ള അഹങ്കാരത്തിന് സ്ഥാനമേ ഇല്ല. ഒരു ശുദ്ധ പ്രജ്ഞയെ അവിടെ ഉള്ളൂ. അത് തെളിയുമ്പോ സന്യാസം അകമേക്ക് പ്രകാശിക്കും. പുറമേക്ക് വസ്ത്രത്തിന്റെ കളറ് മാറ്റുമൊന്നും വേണ്ട, പേര് മാറ്റുമൊന്നും വേണ്ട. അതൊക്കെ ഒരു കാലത്ത് എന്തോ കാരണവശാൽ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായി, അത്രയേ ഉള്ളൂ. ആ സമ്പ്രദായം നിൽക്കട്ടെ, അതിനെ കുറ്റമൊന്നും പറയണില്ല. പക്ഷെ എല്ലാവരും ആ മാർഗത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. എവിടെ ഇരിക്കണോ, ഏത് രീതിയിൽ ഇരിക്കണോ അവിടെ തന്നെ ജ്ഞാനത്തോടുകൂടെ പൂർണ്ണ വ്യവഹാരം ചെയ്യാൻ നമുക്ക് കഴിയും. അതിന് എത്രയോ മഹാത്മാക്കൾ ദൃഷ്ടാന്തമാണ്. തഞ്ചാവൂരില് ഏകദേശം 1960 വരെ ഒരു അമ്മ ഉണ്ടായിരുന്നു, തഞ്ചാവൂർ ജാനകി മാത എന്ന് പറഞ്ഞിട്ട് ജ്ഞാനിയായ ഒരു അമ്മ. അവര് കൊച്ചുകുട്ടിയായിരിക്കുമ്പോ തന്നെ അവർക്ക് വീട്ടിൽ എന്തൊക്കെ പാചകം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും പുറത്ത് ആരെങ്കിലും ഭിക്ഷക്കാർ വന്ന് ചോദിച്ചാൽ എടുത്തുകൊണ്ട് കൊടുക്കും. ഇതാണ് ഒരു സ്വഭാവം കുട്ടിയുടെ. ഒരു ദിവസം വീട്ടിൽ ശ്രാദ്ധം നടക്കണം. അപ്പൊ കുട്ടിയുടെ അടുത്ത് അന്നെങ്കിലും പറഞ്ഞു വെച്ചു. അച്ഛനമ്മമാർക്ക് സന്തോഷമാണ് കുട്ടി ഇങ്ങനെ കൊണ്ട് കൊടുക്കണത്. പക്ഷെ ശ്രാദ്ധത്തിന് വെച്ച് ആഹാരമെങ്കിലും ശ്രാദ്ധം കഴിയണവരെ വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് കുട്ടിയോട് പറഞ്ഞു വെച്ചു, ഇന്ന് ശ്രാദ്ധം കഴിയണവരെ ആർക്കും എടുത്തു കൊടുക്കരുത് കേട്ടോ. കുട്ടി അച്ഛനമ്മമാര് പറഞ്ഞത് അനുസരിച്ചുവെങ്കിലും അന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഉമ്മറത്ത് ഒരാള് വളരെ വിശക്കണു എന്ന് പറഞ്ഞൊരു ഭിക്ഷു വന്നു. കുട്ടിക്ക് ഈ പറഞ്ഞതൊക്കെ മറന്നുപോയി. അകത്ത് പോയി ശ്രാദ്ധത്തിന് പാചകം ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ വാരി എടുത്തുകൊണ്ടുപോയി ഈ ഭിക്ഷുവിന് കൊടുത്തു. ഈ ഭിക്ഷു ഈ കുട്ടിയുടെ നാവില് എന്തോ ഒരു മന്ത്രം എഴുതി കൊടുത്തു. അതോടുകൂടെ ആധ്യാത്മികത്തിൽ പ്രവൃത്തി ഏർപ്പെട്ടു ഈ കുട്ടിക്ക്. പല അനുഭവങ്ങളും ഉണ്ടായി. കുട്ടിക്കാലത്ത് തന്നെ ചില സിദ്ധികളും ഒക്കെ ഉണ്ടായി. ഏകദേശം ഒരു 10 വയസ്സിനകം തന്നെ അനേക വിധത്തിലുള്ള അനുഭവങ്ങളും
ഭഗവാന്റെ പലവിധത്തിലുള്ള ദർശനങ്ങളും ഈ കുട്ടിക്ക് കിട്ടിയിരുന്നു. ആ കുട്ടിയുടെ ജ്യേഷ്ഠ സഹോദരിയെ ഒരു ഡോക്ടർക്ക് കല്യാണം കഴിച്ചു കൊടുത്തിരുന്നു. ജ്യേഷ്ഠ സഹോദരി മരിച്ചുപോയി. അന്നത്തെ ആചാരത്തിന് വഴങ്ങി അനുജത്തിയെ കല്യാണം കഴിച്ചു കൊടുത്തു. ഇവർക്ക് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് വിവാഹം നടന്നു. ഇവരാണെങ്കിലോ ലോകത്തിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി അകമയ്ക്ക്, പുറമേക്കോ ഗൃഹസ്ഥാശ്രമം, അതോ ആധ്യാത്മികമായിട്ട് വലിയ രുചിയോ അറിവോ ഒന്നും ഇല്ലാത്ത ഒരാള്, ലൗകികമായി വലിയ പ്രവൃത്തിയുള്ള ഒരു ഡോക്ടർ. അദ്ദേഹത്തിന് വിവാഹിതയായി വളരെ കാലം ഈ ഒരു കോൺഫ്ലിക്റ്റ്, അകമേക്ക് പലവിധ അനുഭവങ്ങൾ വരുന്നു, പുറമേക്ക് ഗൃഹസ്ഥ ജീവിതവുമായി ഒത്തുപോവാനേ കഴിഞ്ഞില്ല. വിഷമം. സാധാരണ എന്തു മാർഗമാണ് നമുക്ക് പറയാനുള്ളത്? എല്ലാം ഉപേക്ഷിച്ചു പോവാനേ പറ്റുള്ളൂ എന്നുള്ള മാർഗമാണ് അല്ലേ? ഇന്നത്തെ കാലത്താണെങ്കിൽ വേഗം പിരിയാമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സമ്പ്രദായമേ ഉണ്ടായിരുന്നില്ലല്ലോ ഇവിടെ. ഈ വിഷമം, ഉള്ളിൽ വിഷമം വെച്ചുകൊണ്ടേയിരിക്കുമ്പോ ഈ ഡോക്ടർക്ക്, ഗവൺമെന്റ് ഡോക്ടർ, തിരുവണ്ണാമലയിലേക്ക് ട്രാൻസ്ഫറായി. നമ്മൾ ഈ വിഷമം, ഒരു ഉത്തമ ജീവൻ ഉള്ളിൽ വിഷമിച്ചുകൊണ്ടിരുന്നാൽ ഭഗവാൻ എങ്ങനെയെങ്കിലുമൊക്കെ നയിക്കും. തിരുവണ്ണാമലയിൽ ട്രാൻസ്ഫറായിട്ട് അരുണാചലേശ്വര ക്ഷേത്രത്തിൽ തൊഴാൻ ചെന്നപ്പോഴാണ് അവിടുത്തെ പൂജാരി ഡോക്ടറോട് ചോദിച്ചു, ഓ, രമണ മഹർഷിയെ കാണാൻ വന്നതാണോ എന്ന് ചോദിച്ചു. ഇവരതിനു മുമ്പ് രമണ മഹർഷി ഒന്നും കേട്ടിട്ടേ ഇല്ല. രമണ മഹർഷിയെ കാണാൻ വന്നതാണോ? ഇത് കാതിൽ വീണ ഉടനെ ഈ കുട്ടി, പെൺകുട്ടിക്ക്, ജാനകിക്ക് ഉള്ളിലെ ഭാവാവേശമുണ്ടായി. നമ്മളുടെ ഗുരുവിന്റെ നാമം കേട്ടാൽ തന്നെ നമുക്ക് ഉള്ളില് അനുഭൂതി ഉണ്ടാവും, ഭാവാവേശമുണ്ടായി. അപ്പൊ തന്നെ ഭർത്താവിനോട് പറഞ്ഞു, എന്നെ എങ്ങനെയെങ്കിലും അവിടെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകും, നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. ഇവര് ആശ്രമത്തിലേക്ക് വന്നു. ആശ്രമത്തിൽ വന്ന് മഹർഷിയെ കണ്ട ഉടനെ ജാനകി വളരെ പക്വ ജീവനായിരുന്നു. കണ്ട ഉടനെ ഉള്ളില് അറിഞ്ഞു, ഇത് തന്നെ എന്റെ ഗുരു, എനിക്ക് വഴി കാണിക്കാനുള്ള ആളുടെ കയ്യിൽ ഞാൻ എത്തിയിരിക്കണു എന്നുള്ള ഒരു സേഫ്റ്റി, സെക്യൂരിറ്റി. അതിനുശേഷം ദിവസം രാവിലെ ഭർത്താവിന് പാചകമൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഭർത്താവ് ഓഫീസിലേക്ക് പോകുമ്പോ, ആസ്പത്രിയിലേക്ക് പോകുമ്പോ ആശ്രമത്തിൽ കൊണ്ടാക്കിയിട്ട് പോകും. എന്നിട്ട് വൈകുന്നേരം വിളിച്ചുകൊണ്ട് പോകും. ഇതാണ് സമ്പ്രദായം. ഇപ്പൊ ഇവരാകട്ടെ മുമ്പിൽ, മഹർഷിയുടെ മുമ്പിലിരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം അവിടെ എല്ലാവരും ഉള്ളപ്പോ ചോദിക്കാൻ വയ്യ. അവിടെ എപ്പോഴും മഹർഷിക്ക് പബ്ലിക് ലൈഫാണ്. പ്രൈവസി എന്നുള്ളത് രമണ മഹർഷിയുടെ ജീവിതത്തിലേ ഉണ്ടായിട്ടില്ല. 24 മണിക്കൂറും രാത്രിയും 2-3 പേര് കട്ടിലും ചുറ്റും കിടക്കണുണ്ടാവും. ആ വാതിൽ തുറന്നിരിക്കാനുണ്ടാവും. ഒരിക്കലും ആ വാതിൽ അടയ്ക്കലോ ഒന്നുമില്ല. സദാ കൂടെ ആളുണ്ടാവും. അപ്പൊ ഈ അമ്മയ്ക്ക് തന്റെ വിഷമം പറയണമെന്ന് ആഗ്രഹമുണ്ട്. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അവിടുത്തെ അറ്റൻഡന്റ് കൂടെയുള്ള ആളെ കൂട്ടുപിടിച്ച് അദ്ദേഹം പറഞ്ഞു, മലയിലേക്ക് ഭഗവാൻ നടക്കാൻ പോകുമ്പോ എന്റെ പുറകെ വന്നുള്ള ഒരു സ്ഥലത്തെത്തിയാൽ ഞാൻ നിങ്ങളെ അങ്ങോട്ട് അയക്കിയിട്ട് പിൻവാങ്ങിക്കോളാം. എന്താ ചോദിക്കണമെങ്കിൽ ചോദിച്ചോളൂ. അതൊക്കെ വളരെ റെയർ ഓപ്പർച്യൂണിറ്റിയാണ് അങ്ങനെ കിട്ടണതൊക്കെ. അതേപോലെ മഹർഷി മലയുടെ മേലെ നടക്കാൻ പോകുമ്പോ ഇവര് പുറകെ പോയി. ഒരു സ്ഥലത്ത് എത്തിയപ്പോ ഈ കൂടെ നടക്കുന്ന ജോലിക്കാരൻ അവരെ കൂടെ അയച്ചിട്ട് പിൻവാങ്ങി. അപ്പോ ഇവരുടെ പ്രശ്നം നമുക്കറിയാം. ഉള്ളിൽ ആധ്യാത്മിക ജീവിതത്തിനുള്ള ത്വര, ആത്മസാക്ഷാത്കാരത്തിനുള്ള ദാഹം, പുറമേക്കോ ഉപേക്ഷിക്കാൻ വയ്യാത്ത ഗൃഹസ്ഥാശ്രമം. എങ്ങനെ ഉപേക്ഷിക്കും? അതൊന്നും ചിന്തിക്കാനേ വയ്യാത്ത അവസ്ഥ.
അപ്പൊ മഹർഷിയുടെ കൂടെ ചെന്ന് ചോദിച്ചു, ഭഗവാനെ ரொம்ப കഷ്ടമാ ഇருக்கு, താങ്ക മുടിയല്ലേ. വളരെ കരുണയോടെ നോക്കി ഭഗവാൻ പറഞ്ഞു, ജാനകി നീ ഇരിക്കുന്ന നില എനിക്ക് നന്നാ തെരിയും, എന്റെ അവസ്ഥ എന്താന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. ഞാൻ എന്ത് ചെയ്യണം? ഭർത്താവാണെങ്കിൽ അദ്ദേഹത്തിന് ഈ ആധ്യാത്മികം എന്ന് പറയുന്നത് അങ്ങാടി മരുന്ന് പോലെയാണ്, ഒന്നും പിടിയില്ല. അദ്ദേഹത്തിന് പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാൻ സാധ്യമല്ല. എനിക്കാകട്ടെ ഇനി ലോകത്തിൽ വ്യവഹരിക്കാൻ വയ്യ, ഞാൻ എന്ത് ചെയ്യും? ഇന്നലെ ചോദിച്ച പോലെ എന്തെങ്കിലും വ്യക്തമായ ഒരു ഉത്തരം പറയാം. ഭഗവാൻ പറഞ്ഞു, ജാനകി നീ ഉൻ ആത്തുക്കാരർ ഗണപതിന്ന് പേര് അദ്ദേഹത്തിന്, ഗണപതിയെ എന്നെ ചൊല്ലേ, ഭർത്താവിനെ നിങ്ങൾ എന്താ നമ്മളുടെ സമ്പ്രദായത്തിൽ ഭർത്താവിനെ എന്തു പറയും? ഭർത്താവ് ദൈവമാണ് എന്ന് പറയും. ഭർത്താവിനെ ദൈവമായിട്ട് കാണണം, ഈശ്വരനായിട്ട് കാണണം എന്നൊക്കെ ഭാവമുണ്ടല്ലോ. അതുകൊണ്ട് വളരെ പ്രാക്ടിക്കലായിട്ട് ഒരു കാര്യം മഹർഷി പറഞ്ഞു, ഉടമ്പ് നീ ഭർത്താവിനെന്ന് പറഞ്ഞില്ല, ലോകത്തിന് കൊടുക്ക. ഉടമ്പ നീ ഉലകത്തുക്ക് കൊടുത്തിട്, ഒന്ന് നീ എനക്ക് കൊടുത്തിട്. ശരീരത്തിന് ലോകത്തിലേക്ക് കൊടുക്ക എന്ന് വെച്ചാൽ ശരീരം ലോകത്തിന്റെ ആണ്, അതിന് ആധ്യാത്മികത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. നിന്നെ എനിക്ക് തരൂ എന്ന് പറഞ്ഞാൽ എന്താ? എന്നെ ആശ്രയിക്കുക എന്നർത്ഥം. ഭഗവാൻ ആശ്രയത്തിനുള്ള വസ്തുവും ലോകം വ്യവഹാരത്തിനുള്ള വസ്തുവുമാണ്. ലോകത്തിനെ ആശ്രയിച്ച് ഭഗവാനെ വ്യവഹരിച്ചാൽ അത്യന്തം കുഴപ്പമാവും. ലോകത്തിനെ ആശ്രയിച്ചുകൊണ്ട് ഭഗവാനെ വ്യവഹരിച്ചാൽ, നമ്മൾ ആശ്രയിക്കുന്ന വസ്തു നിത്യമായിരിക്കണം, വ്യവഹരിക്കുന്ന വസ്തു അനിത്യമായ കുഴപ്പമില്ല. പക്ഷെ ആശ്രയിക്കുന്ന വസ്തു അനിത്യവും വ്യവഹരിക്കുന്ന വസ്തു നിത്യവുമാണെങ്കിൽ വ്യവഹാരവും നിത്യവസ്തുവും കുഴപ്പമാണ്. എന്താന്ന് വെച്ചാൽ നമുക്ക് അനിത്യവസ്തുവിനോടുള്ള വ്യവഹാരവും അനിത്യമായി വിട്ടുപോകും. നിത്യവസ്തുവിനെ വ്യവഹരിക്കാൻ തുടങ്ങിയാൽ ആ വ്യവഹാരം നമ്മൾ വിട്ടുപോവുകയില്ല. നിത്യവസ്തുവിന്റെ സ്വഭാവം എന്താണ്? അതിനോട് എന്തിനെ ചേർത്താലും അത് നിത്യമാവും. അതുകൊണ്ട് നിത്യവസ്തുവിൽ നമ്മൾ വ്യവഹരിക്കാൻ തുടങ്ങിയാൽ ആ വ്യവഹാരവും നിത്യമായിട്ട് തീരും. അതുകൊണ്ട് അനിത്യവസ്തുവാണ് ഈ ശരീരവും മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഒക്കെ. ഇതിനെയൊക്കെ തന്നെ ലോകത്തിന് വിട്ടുകൊടുക്കുക. നന്നെന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഞാൻ എന്നുള്ള ആ അനുഭവത്തിന്, അതിനെ എനിക്ക് തരാന്ന് വെച്ചാൽ അത് എന്റെയാണ് ഓൾറെഡി, ഇറ്റ് ബിലോങ്സ് ടു മീ. അതോടുകൂടെ ജാനകി മാതാവിന്റെ ഈ പ്രശ്നങ്ങളൊക്കെ അസ്തമിച്ചു. ആ ഒരേ ഒരു ക്ഷണം ഇറ്റ് ക്രിയേറ്റഡ് ആൻ എക്സ്പ്ലോഷൻ. ഇത്ര ക്ലിയറായിട്ട് വ്യവഹാരത്തിൽ ആർക്കും ഉപദേശിക്കാൻ പറ്റും? അല്ലെങ്കിൽ അതിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുഴപ്പമാവാം. ശരീരത്തിന് ലോകത്തിന് കൊടുക്കും എന്നുവെച്ചാലോ ശരീരം കൊണ്ട് ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. എന്തെങ്കിലും പ്രവൃത്തി കൊണ്ട് ആധ്യാത്മികം നേടാൻ പറ്റില്ല. നമ്മളൊക്കെ ശരീരം കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ ആഹാ അവരെത്ര വലിയ തപസ്വി എന്ന് പറയും. ഫീറ്റ്. സർക്കസ് ദേഹം കൊണ്ട് പല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ചെയ്യണം, അപ്പ അവർ എത്ര വലിയ ആളുകൾ എന്ന് പറയും. ശരീരം കൊണ്ടല്ല ആധ്യാത്മികം. ശരീരം കൊണ്ട് ആധ്യാത്മികം ഉണ്ടാക്കാനേ പറ്റില്ല. ശരീരം ലോകത്തിനുള്ളതാണ്, അതിലുള്ള ഓരോ ദ്രവ്യവും ലോകത്തിന്റെയാണ്. മനസ്സും ആധ്യാത്മികമാവില്ല. മാനസികമായ ആധ്യാത്മികതയും നിന്നുപോകും. ആധ്യാത്മികം നമ്മളുടെ സ്വരൂപമാണ്. ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ ഭഗവാൻ അർപ്പിക്കുക എന്ന് വെച്ചാലോ ലോകത്തിന് അർപ്പിക്കുക. കൊടുത്തു കഴിഞ്ഞാൽ വ്യവഹാരം എത്ര തന്നെ ചെയ്താലും അതിൽ നമുക്ക് പറ്റില്ലെങ്കിൽ, എന്തെങ്കിലും കിട്ടണം എന്നുള്ള ആഗ്രഹമില്ലെങ്കിൽ, നമ്മൾ സദാ പൂർണ്ണരാണെങ്കിൽ, നമ്മളുടെ ആശ്രയം മുഴുവൻ ഭഗവാനിലാണെങ്കിൽ നമ്മൾ സദാ സംതൃപ്തരാണ്. എന്നിട്ട് ശരീരവും മനസ്സും ലോകത്തിൽ വ്യവഹരിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തിനു വേണ്ടി? ഒന്നിനും വേണ്ടിയല്ല. അതിനെ ലോകത്തിൽ എൻഗേജ് ചെയ്ത് വെച്ചാൽ അത് എന്നെ ഉപദ്രവിക്കില്ല. അതിനുവേണ്ടി ശരീരം പ്രവർത്തിക്കട്ടെ, ബുദ്ധി പ്രവർത്തിക്കട്ടെ. ഞാനോ ഐ ബിലോങ് ടു ഹിം, ഞാൻ ഭഗവാന്റെ ആണ്.
ജാനകി മാത ഒരു സാധകനോട് തന്റെ കഥ പറഞ്ഞതാണ് ഇത്. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞതാണ്. എന്നിട്ട് ജാനകി മാത പറഞ്ഞു, അവര് പിൽക്കാലത്ത് അവര് വലിയ ജ്ഞാനിയായിട്ട് ധാരാളം ശിഷ്യന്മാരും ഒക്കെ ഉണ്ടായിരുന്നു അവർക്ക്. വലിയ മഹാത്മാക്കൾ പലരും അവരെ ജ്ഞാനിയാണെന്ന് അംഗീകരിച്ചിരുന്നു. അല്ലാതെ വെറും വാക്കല്ല, രമണ മഹർഷി തന്നെ അംഗീകരിച്ചിരുന്നു. ഇന്ന് രമണാശ്രമത്തിൽ മഹർഷി നിർവാണമായ ഒരു ചെറിയ റൂമുണ്ട്. ആ റൂം ജാനകി മാത കെട്ടിക്കൊടുത്തതാണ്. എന്തിനാ ഇത്രയധികം മുൻകൂട്ടിടണമെന്ന് വെച്ചാൽ അവർക്ക് അതിനുശേഷം 10 കുട്ടികൾ ജനിച്ചു. വലിയ കുടുംബിനിയായിരുന്നു, മഹാഗൃഹസ്ഥ പുറമയ്ക്ക്. പക്ഷെ അമ്മയ്ക്ക് അവർക്ക് അതൊന്നും ബാധിച്ചില്ല. അവർക്ക് നോക്കണം, അത്ര എക്സ്ട്രീം ലെവലില് ഈ ബാധ നീക്കാം. ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇതിനൊക്കെ ലോകത്തിനു കൊടുത്തു. താൻ അതിൽ നിന്നും തികച്ചും വ്യതിരിക്തയായി. പുറമേക്ക് ഒന്നും ഉപേക്ഷിച്ചില്ല. ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്, പുറമേക്ക് ഒന്നും ഉപേക്ഷിച്ചില്ല. പക്ഷെ എന്തിനും ഉപേക്ഷിച്ചു? അകമയ്ക്ക് അതിനോടുള്ള പറ്റു ഉപേക്ഷിച്ചു, സംഘം ഉപേക്ഷിച്ചു, ശരീരം ഞാനാണെന്നുള്ള ഭാവം ഉപേക്ഷിച്ചു, മനസ്സ് ഞാനാണെന്നുള്ള ഭാവം ഉപേക്ഷിച്ചു, അഹങ്കാരം ഞാനാണെന്നുള്ള ഭാവം ഉപേക്ഷിച്ചു. അതിനെ ലോകത്തിൽ എങ്ങനെ വ്യവഹരിക്കണോ അതിന്റെ പാട്ടിൽ വിട്ടുകഴിഞ്ഞപ്പോ നൈഷ്കർമ്മ്യ സിദ്ധി അവർക്കുണ്ടായി. പരമഗൃഹസ്ഥയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ഈ സ്ഥിതി നേടാൻ പറ്റുന്നു. പുറമേക്ക് ഉപേക്ഷിക്കുന്ന പലർക്കും, വളരെ സിൻസിയറായിട്ട് ഉപേക്ഷിച്ച പലരും 10, 60, 70 വയസ്സായിട്ടും അവര് കരഞ്ഞുകൊണ്ട് പറയണു, ഞങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും ഞങ്ങൾക്ക് എവിടെ എത്താൻ കഴിഞ്ഞില്ലല്ലോ, ഒന്നും നേടാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറയാൻ കാരണം എന്താ? വളരെ സിൻസിയർ ആയിട്ടുള്ളവര്. സിൻസിയർ അല്ലെങ്കിൽ ചിലരൊക്കെ കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും വേണമെങ്കിൽ. സിൻസിയർ ആയിട്ടുള്ള ആളുകൾ എന്തുകൊണ്ടാ എന്നുവെച്ചാൽ എവിടെയാ പിഴ വരുന്നത്? ന കർമ്മണാമനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോഷ്ണുതേ നച്ച സന്യസനാദേവ സിദ്ധിം സമധികച്ച്. അതിന് പൂർവ്വഭാഗമാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. പുറമേക്ക് സന്യാസം എടുത്തത് കൊണ്ട് തന്നെ ഒരാൾ സിദ്ധനാവില്ല. പിന്നെയോ അടുത്ത ശ്ലോകം, അതിന്റെ തുടർന്ന് ഭഗവാൻ പറഞ്ഞു വരുന്നു. നോക്കാം അടുത്ത ശ്ലോകം. ക്ഷണമപി ജാതു തിഷ്ഠത്യകർമ്മകൃത് കാര്യതേ ഹ്യവശഃ കർമ്മ സർവപ്രകൃതിജൈർഗുണൈഃ. കർമ്മം ഉപേക്ഷിക്കരുത് എന്ന് പറയുമ്പോ അർജുനൻ പറയണു, ഞാൻ കർമ്മം ഉപേക്ഷിക്കണില്ല ഭഗവാനെ, പക്ഷെ ഈ യുദ്ധം ഉപേക്ഷിക്കാം. യുദ്ധം എന്തിനു ചെയ്യണമെന്ന് പറയണു? ഞാൻ എന്തെങ്കിലുമൊക്കെ പൂജ ചെയ്യാം, അതും കർമ്മമാണല്ലോ. അങ്ങനെ വല്ല കർമ്മമൊക്കെ ചെയ്യാലോ. ഈ യുദ്ധം തന്നെ ചെയ്യണോ? അതിനുള്ള ഉത്തരവാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞത്. നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠതി അകർമ്മകൃത് കാര്യത്തെ ഹി അവശഃ കർമ്മ സർവഃ പ്രകൃതിജൈഃ ഗുണൈഃ. കശ്ചിത് ക്ഷണമപി, ഒരു കശ്ചിത്ത് എന്ന് വെച്ചാൽ ഒരാളും, ക്ഷണമപി ഒരു ക്ഷണനേരത്തേക്ക് പോലും, ജാതു ഒരിക്കലും, തിഷ്ഠതി അകർമ്മകൃത് കർമ്മം ചെയ്യാതിരിക്കണില്ല, സാധ്യമല്ല എന്നാണ്. എന്നുവെച്ചാലോ അനുസ്യൂതം കർമ്മം നടന്നുകൊണ്ട്, ക്ഷണം എന്നുള്ള വാക്കിനെ ഓർത്തോളണം, ഒരു ക്ഷണം പോലും സാധ്യമല്ല എന്നാണ്. അനുസ്യൂതം നടക്കുന്നു കർമ്മം. അതുമാത്രമല്ല ഓരോരുത്തരും എന്തെന്ത് കർമ്മം ചെയ്യണം എന്നുള്ളത് പ്രകൃതിജൈഹി ഗുണൈഹി, ഓരോരുത്തരുടെയും പ്രകൃതി ഗുണത്തിനനുസരിച്ച് ഒരു ഫോർമേഷൻ വന്നുപോയിരിക്കുന്നു. ഇപ്പൊ അർജുനന് ഡയറക്റ്റായിട്ട് ഇപ്പൊ സത്വഗുണമൊന്നും ഉണ്ടാവില്ല. സാത്വികമായി പൂജ ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഉപേക്ഷിച്ചിട്ട് ഭഗവാൻ ഇപ്പൊ പറയാണ് അർജുന ഒരു കാര്യം ചെയ്യും. അപ്പൊ ഏതായാലും ഇപ്പൊ യുദ്ധം വേണ്ട, കർമ്മം എന്തെങ്കിലും ചെയ്തേ നോക്കൂ, ഞാനൊരു അമ്പലത്തിൽ പൂജ ഏർപ്പാടാക്കി തരാം, ത്രികാല പൂജ അവിടെ നടത്തിക്കൊള്ളാം, മേശാന്തിയായിട്ട് കൂടിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ അർജുനനെ ഏർപ്പാടാക്കിയാൽ ഒരുപക്ഷെ പുറമേക്ക് ചെയ്യുമായിരിക്കും. പുറമേക്ക് ചെയ്യുമ്പോഴും എന്നാലും ആ ദുര്യോധനനെ ഇങ്ങനെ വിട്ടത് ശരിയായില്ല. എന്റെ പ്രതാപം എന്തായിരുന്നു, അത് കാണിച്ചു കൊടുക്കണ്ടായിരുന്നു. ഞാൻ എന്തോ ഒരു ദുർബല നിമിഷത്തിൽ അത് ഉപേക്ഷിച്ചിട്ട് വന്നു. എന്റെ പ്രതാപം എന്നെ ഇപ്പോഴൊക്കെ ഇവരൊക്കെ പൂജാരിയായിട്ടാണ് കാണുന്നത്. ഞാൻ യുദ്ധം ചെയ്യുന്ന പോലെ ആരെ കൊണ്ട് ചെയ്യാൻ കഴിയും? ഓം നമോ നാരായണായ,
പുറമേക്ക് അർച്ചന നടക്കുമെങ്കിലും എന്താന്ന് വെച്ചാൽ അത് അർജുനന്റെ കുറ്റമല്ല. അർജുനന്റെ മേക്കപ്പ് തന്നെ അതാണ്, സ്ട്രക്ചർ തന്നെ അതാണ്.